നമസ്കാരം. BCT ടിപ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെയൊക്കെ വീട്ടിലെ മാതാപിതാക്കൾ ചിലപ്പോൾ നമ്മൾ തന്നെ ആയിരിക്കാം, നമുക്ക് തന്നെ ആയിരിക്കാം, ഒരു കാലിന് മുട്ടുവേദന അനുഭവിക്കുന്ന ആളുകൾ നമ്മുടെ വീട്ടിലുണ്ടാവും, പ്രത്യേകിച്ച് പ്രായം ചെന്ന ആളുകൾ. അതിൽ ഒരു മുട്ടുവേദന ഉണ്ടാകുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമ്മളുടെ ഹിപ്പ് ജോയിൻ്റ്, അതായത് നമ്മുടെ പെൽവിക് എന്ന് പറയുന്ന ഭാഗം അത് പൊങ്ങിയും താന്നും ഇരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ആ മുട്ടുവേദന ഉണ്ടാകുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ പെൽവിക്ക് പൊങ്ങിയും താന്നും ഇരിക്കുമ്പോൾ ഈ താന്ന ഭാഗത്തുള്ള കാലിലേക്ക് കൂടുതലായിട്ട് ബലം കൊടുത്ത് നിൽക്കുന്ന ഒരു പ്രവണത സ്വാഭാവികമായിട്ടുണ്ടാകും. അങ്ങനെ ഹിപ്പ് താന്നിരിക്കുന്ന ഭാഗത്തെ കാലിലേക്ക് കൂടുതലായിട്ട് ബലം കൊടുത്ത് നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ മുട്ടിൽ സ്ട്രെയിൻ കൂടുതൽ വരും. ആ സ്ട്രെയിൻ കൂടുതൽ വരുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ മുട്ടുവേദന ഉണ്ടാകുന്നതും അത് നിലനിൽക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ആ സ്ട്രെയിൻ കുറച്ച് കഴിഞ്ഞാൽ ആ മുട്ടിലേക്ക്, അതായത് ഒരു കാലിൽ മാത്രം ബലം കൊടുത്ത് നിൽക്കുന്നതിലൂടെ മുട്ടിലുണ്ടാകുന്ന സ്ട്രെയിൻ കുറച്ചാൽ നമുക്ക് ആ മുട്ടുവേദന മാറ്റാൻ പറ്റും. അപ്പം അങ്ങനെ ആ മുട്ടിലേക്കുള്ള സ്ട്രെയിൻ കുറയ്ക്കാൻ എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ പെൽവിക്ക് പൊങ്ങിയും താന്നും ഇരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് താന്ന ഭാഗത്തെ മുട്ടിനാണ് സ്ട്രെയിൻ വരുന്നതെങ്കിൽ ഈ പെൽവിക്ക് കറക്റ്റ് ചെയ്യുന്നതോടുകൂടി ആ മുട്ടിലേക്കുള്ള സ്ട്രെയിൻ കുറയും. ആ ഒരു കാലിൽ മാത്രം ഊന്നി നിൽക്കുന്ന ആ പ്രവണത കുറയും. അതിന് BCTയുടെ സിമ്പിളായ ഒരു ടിപ്സാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നത്. മറ്റൊന്നുമല്ല, ഏത് കാലിൻ്റെ മുട്ടിനാണോ നമ്മുടെ മാതാപിതാക്കൾക്ക് ഏത് കാലിൻ്റെ മുട്ടിനാണോ വേദനയുള്ളത്, നിങ്ങൾ അവരെ ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റൂളിലോ അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു L ഷേപ്പിലുള്ള ഏതെങ്കിലും ഒരു കസേരയിലോ ഇരുത്തുക. എന്നിട്ട് ഏത് മുട്ടിനാണോ വേദനയുള്ളത് ആ മുട്ടിൻ്റെ ബട്ടക്സിൻ്റെ അടിയിൽ ഒരു 1-2 ഡയറി, ഒരു അല്പം ഇത്രയും പൊക്കമൊക്കെ ഉള്ള ഒരു 1-2 ഡയറി അല്ലെങ്കിൽ കട്ടിയുള്ള ബുക്ക് ആ വേദനയുള്ള മുട്ടിൻ്റെ ഭാഗത്തെ ബട്ടക്സിൻ്റെ അടിയിൽ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഒന്ന് ചെരിച്ചിരുത്താം. എന്ന് പറഞ്ഞാൽ വേദനയുള്ള മുട്ടിൻ്റെ ബട്ടക്സ് ഈ ബുക്കിൻ്റെ മുകളിൽ ഇരിക്കുക, മറ്റേ ഭാഗം കസേരയിൽ മുട്ടുക. ഇങ്ങനെ ഹിപ്പ് കൊണ്ട് ഒന്ന് ചെരിഞ്ഞ് ഒരു 5 മിനിറ്റ് നേരം ഇരുന്നിട്ട് എഴുന്നേറ്റ് നടന്നു നോക്കുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് ആ വേദനയിൽ വ്യത്യാസമുണ്ടാകും. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ആ വേദന പൂർണ്ണമായി മാറിയിട്ടുണ്ടാകും. ഇത് നമ്മൾ നിരന്തരമായി നമ്മുടെ ക്ലിനിക്കുകളിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ധാരാളക്കണക്കിന് ഓപ്പറേഷൻ പറഞ്ഞ മുട്ടുവേദനകൾ 5 മിനിറ്റിനുള്ളിൽ 10 മിനിറ്റിനുള്ളിലൊക്കെ നമ്മൾ ഈ ഒരു BCT ടിപ്സ് ഉപയോഗിച്ചുകൊണ്ട് നല്ല റിസൾട്ടുകൾ കൊടുക്കാറുണ്ട്. നിങ്ങൾക്കും അത് പരീക്ഷിച്ച് നോക്കാം. നിങ്ങളുടെ വീട്ടിലെ പ്രായം ചെന്ന മാതാപിതാക്കളാകട്ടെ അല്ലെങ്കിൽ പ്രായം ചെന്ന മറ്റുള്ളവരാകട്ടെ, അവരനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മുട്ടുവേദനയ്ക്ക് ഇതൊരു ആശ്വാസമായി മാറും. താങ്ക് യു സോ മച്ച്.